നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് വളരെ അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥി ആരായാലും നല്ലൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന അന്തരീക്ഷം നിലമ്പൂരിലുണ്ട്. കാരണം കഴിഞ്ഞ 37 വർഷമായി തുടർന്ന് UDF-ൻ്റെ ഭരണകാലത്ത് തുടർന്നിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ച വേണം എന്ന് ആളുകൾ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ആളുകൾ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നിലമ്പൂരുണ്ട്. ആര് മത്സരിച്ചാലും നിലമ്പൂർ ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇല്ലല്ല, സ്ഥാനാർത്ഥികളെയൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഏതാത് സമയത്ത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരായാലും ഒരു കാര്യം ഉറപ്പാണ്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും നിലമ്പൂരിൻ്റെ MLA ആവുക. അല്ല, അത് അവർക്കല്ലേ അറിയുള്ളൂ, അത് നമുക്കറിയില്ലല്ലോ. അതൊക്കെ നിങ്ങൾ അവരായിട്ട് സംസാരിക്കാം. LDF-ന്റെ തന്ത്രങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? നോ 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 അല്ല ആ കാര്യം നിങ്ങൾ LDF-ആയിട്ട് സംസാരിക്കുക. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് മത്സരിക്കും. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്ന ഒരു MLA ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ല അതൊന്നുമല്ല, അതറിയില്ല.